ഹലോ ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ഏട്ടന് അമ്പലത്തിലേക്ക് വരുന്നൊരു വ്ളോഗാണ് ഇടുന്നത്. കുറേ ദിവസമായി ഞങ്ങൾ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പം ഞങ്ങൾ രണ്ടാളും ഞങ്ങളുടെ വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് കയറി പോണത്. പിന്നെ ഞങ്ങൾ നടന്ന് കയറുകയാണ്. ഇന്ന് അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അമ്പലത്തിൽ. ഞങ്ങൾ അങ്ങാടിപ്പുറം തിരുമാതാംകുന്നിലാണ് വന്നിരിക്കുന്നത്. പിന്നെ ഏട്ടൻ ഞങ്ങൾ രണ്ടാളും നടക്കണ വീഡിയോസൊക്കെ എടുത്തിട്ടാണ് കയറി പോണത്. പിന്നെ ഞങ്ങൾ ചെരുപ്പ് ഊരാൻ പോയപ്പോൾ ഏട്ടൻ പറഞ്ഞു, രണ്ട് ചെരുപ്പ് ഒരു സ്ഥലത്ത്, രണ്ട് ചെരുപ്പ് വേറെ സ്ഥലത്ത് ഊരിയിടുക. അപ്പോൾ നമ്മുടെ ചെരുപ്പ് ആരും എടുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങനെ ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ടാണ് പോയത്. പിന്നെ ഞാനിങ്ങനെ നടക്കുന്ന വീഡിയോസ് ഏട്ടൻ ബേക്കിൽ എടുത്തിട്ടാണ് ഏട്ടൻ കയറി വരുന്നത്. അത്യാവശ്യത്തിന് തിരക്കുള്ള ദിവസമായിരുന്നു അന്ന്. ഇവിടെ പിന്നെ അമ്പലത്തിൽ എന്നും തിരക്കാണ്. വിശേഷമുള്ള ദിവസങ്ങളിൽ കുറച്ചധികം തിരക്ക് ഓവറാണ്. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാണ്ടായിരുന്നു. അതിനുള്ള ചീട്ടാക്കാൻ പോയതായിരുന്നു ഞാൻ. അപ്പോൾ ഏട്ടൻ അവിടെ നിന്നിങ്ങനെ വീഡിയോ എടുക്കുകയാണ്. പിന്നെ ഞാൻ ചീട്ടൊക്കെ എഴുതി പിന്നെ ചീട്ട് കൊടുക്കണം. അവിടെ അത്യാവശ്യത്തിന് തിരക്കുണ്ടായിരുന്നു. ക്യൂ ഒക്കെ നിന്നിട്ട് ഞാൻ ചീട്ടാക്കി. പിന്നെ ഞങ്ങൾക്കൊരു പാൽപ്പായസത്തിനൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു. പാൽപ്പായസത്തിനൊക്കെ കൊടുത്ത് അത് 10:30 ആവും കിട്ടാനെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ തൊഴുകാൻ കയറി. കുറച്ച് നേരം അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി. അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി പുറത്തിറങ്ങി കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഇവിടെ തന്നെ കയറാൻ തന്നെ നല്ല ക്യൂവിലാണ് ഞങ്ങൾ കയറിയത്. പിന്നെ ഞങ്ങൾ താഴത്തേക്ക് കുളത്തിക്കൊക്കെ ആയിരുന്നു ഇറങ്ങാലോ പറഞ്ഞിട്ടേ ഞങ്ങൾ വരുമ്പോൾ അങ്ങനെ കുളത്തിക്കൊക്കെ പോയി അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ പോവാറ്. നല്ല വെയിലാണ്. എന്നാലും ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ മെല്ലെ ഇറങ്ങി. അവിടെ ഇറങ്ങുന്ന വഴിയിൽ ഞങ്ങൾ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ ഇറങ്ങിപ്പോണത്. ഞങ്ങൾ രണ്ടാളും. ഏട്ടനാണ് വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ വരുന്നത്. എനിക്കാണെങ്കിൽ നടക്കാൻ തന്നെ വയ്യ. കുറേ ഇറങ്ങാണ്ടല്ലോ, സ്റ്റെപ്പുകളൊക്കെ ഇറങ്ങാൻ. അത്യാവശ്യത്തിന് വെയിലും ഉണ്ടായിരുന്നു. രാവിലെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ക്ഷീണം വേറെ ഉണ്ടായിരുന്നു. അങ്ങനെ രാവിലെ വീട്ടിൽ നിന്ന് പോയത്. പിന്നെ ഏട്ടൻ്റെ കുറേ വീഡിയോസൊക്കെ എടുത്ത് തന്നു. ഞാൻ നടക്കണ വീഡിയോ ഒക്കെ എടുത്ത് തന്നു. എൻ്റെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് തന്നു എന്തായാലും. പിന്നെ ഞാൻ ഈ വീഡിയോ കുറച്ച് ദിവസം മുന്നേ ഞങ്ങൾ അമ്പലത്തിൽ പോയതാണ്. വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ വെയ്യാണ്ട നടൽ പറഞ്ഞിട്ട് പരിപാടി ഉണ്ട്. അതിനെ കണ്ടൊക്കെ നേരാക്കിയത് ഞങ്ങൾ കണ്ടു. പിന്നെ അവിടെ ഒരു പാലം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പാലത്ത് കയറിയപ്പോഴാണ് ഒരു മീനിൻ്റെ മേത്ത് മുറിയൊക്കെ ഉണ്ട്. അതിന് ഇറങ്ങാൻ പറ്റാതെ വെള്ളത്തിൽ തന്നെ ഇതിൻ്റെ ഇടയിൽ കിടക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അങ്ങനെ നോക്കിയിട്ടാണ്. അപ്പോഴാണ് ഏട്ടൻ്റെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. അതിൽ ചെറുതായിട്ടേ കാണുന്നുള്ളൂ. നേരെ അറിയണമൊന്നുമില്ല മീനുള്ളത്. മീനിന് വയ്യ. അതിന് മേലൊക്കെ മുറിഞ്ഞിരിക്കുന്നുണ്ട്. ഏട്ടനതിന് സൂം ചെയ്തൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ആ കുളത്തിൻ്റെ അവിടെ നിന്നിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് കുളത്തിക്കാണെങ്കിൽ വീഡിയോ ഒക്കെ എടുത്ത് എൻ്റെ കുറച്ച് കോപ്രായങ്ങളൊക്കെ ഉണ്ട് അതിൽ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നിട്ട് പിന്നെ തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് കയറുന്നുണ്ട്. അപ്പം തന്നെ ടൈം ആയിരിക്കണം. നല്ല വെയിലുമാണ് കയറാൻ വേണ്ടിയിട്ട്. ഞാനാ കയറി ചടച്ചപ്പോൾ ഇതിന് പകുതി എത്തിയപ്പോൾ തന്നെ. പിന്നെ ഞാൻ ഏട്ടൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. മുകളിലേക്ക് കയറി പോകുമ്പോൾ കണ്ണൊന്നും കാണില്ല ക്യാമറയ്ക്ക് നോക്കുമ്പോൾ. അത്രയ്ക്ക് വെയിലാണ്. സമയം 10 മണി 10:30 ആയിട്ട് തന്നെ ഉള്ളൂ. നല്ലപോലെ വെയിലുണ്ട്. പിന്നെ ഞങ്ങൾ മുകളിലെത്തിയിട്ട് കുറേ നേരം അവിടെ ഇരുന്ന് അവിടെ നിന്ന് കുറച്ച് വീഡിയോ എടുത്ത് പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് പായസമൊക്കെ വാങ്ങി ഞങ്ങൾ പോകാൻ ഇറങ്ങുകയാണ്. ഇറങ്ങുമ്പോൾ തന്നെ അത്യാവശ്യത്തിന് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് അപ്പുറത്ത് പോയിട്ട് ഒരു ഹോട്ടലിൽ കയറി. ഞങ്ങൾ രണ്ടാളും 2 മസാല ദോശ ഓർഡർ ചെയ്തു. ഭക്ഷണം രാവിലെ കഴിക്കാത്തതുകൊണ്ട് മസാല ദോശയും ഞങ്ങൾ 2 ചായയൊക്കെ കുടിച്ചിട്ടാണ് വീട്ടിൽ പോകുന്നത്. നല്ല അടിപൊളി ഫുഡായിരുന്നു അവിടുത്തെ. പിന്നെ അങ്ങനെ പോയി. പിന്നെ പെരിന്തൽമണ്ണ ആലിൽ ചിത്രം വരച്ചൊക്കെ അവിടെ കുറച്ച് നേരം നിന്ന്. എവിടെ ഇരുന്നൊന്നുമില്ല, വണ്ടിയിൽ തന്നെ ഇരുന്നിട്ട് ഞങ്ങൾ കുറച്ച് വീഡിയോസും അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ എത്തിയ വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നു. ഞങ്ങൾ വൈകിട്ടാണ് വീട്ടിലെത്തിയത്. അപ്പം ഇനി അടുത്ത